CPI തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ സംസ്ഥാന ജില്ലാ നേതാക്കൾക്ക് കടുത്ത വിമർശനം. മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനുമെതിരെ കഴിഞ്ഞ ദിവസം കടുത്ത വിമർശനം ഉന്നയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് CPIക്കുള്ളിൽ നേതാക്കൾക്കുള്ള വിമർശനം. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഫണ്ട് തട്ടിപ്പ് നടത്തിയ യുവജന നേതാവിനെ സംരക്ഷിക്കുന്നതായും സമ്മേളനത്തിൽ വിമർശനം ഉയർന്നു. CPI തൃശൂർ ജില്ലാ സമ്മേളനത്തിലാണ് സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും കണക്കറ്റ് പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്തത്. സൂപ്പർ മുഖ്യമന്ത്രിയാവാൻ മുഹമ്മദ് റിയാസ് ശ്രമിക്കുന്നുവെന്ന് സമ്മേളനത്തിൽ ഇന്നലെ പ്രതിനിധികൾ ആരോപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് CPI ജില്ലാ നേതാക്കളെയും സംസ്ഥാന നേതാക്കളെയും വിമർശിച്ചുകൊണ്ട് പ്രതിനിധികൾ രംഗത്ത് വന്നത്. മന്ത്രി കെ രാജന്റെ ഗൺമാൻ മദ്യപിച്ചെത്തി രാമനിലയത്തിൽ അനധികൃതമായി താമസിച്ചിട്ടും നടപടിയെടുത്തില്ല. ഗൺമാനെ പുറത്താക്കാൻ മന്ത്രിയും പാർട്ടിയും തയ്യാറായില്ലെന്നും വിമർശനം ഉയർന്നിട്ടുണ്ട്. KE ഇസ്മായിലിന്റെ സസ്പെൻഷൻ വിഷയത്തിൽ MLA CC മുകുന്ദൻ പാർട്ടിക്കെതിരായ നിലപാട് സ്വീകരിച്ചു. പാർട്ടി വിരുദ്ധനായ MLA പുറത്താക്കാൻ നേതൃത്വം തയ്യാറായില്ലെന്നും സമ്മേളന പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം CPMന് മുന്നിൽ മുട്ടുമടക്കിയെന്നും CPMനോട് നിലപാട് പറയാൻ ഭയമാണെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. പിണറായി വിജയനേക്കാൾ വലിയ മുഖ്യമന്ത്രിമാർ ട്രെയിനിൽ സഞ്ചരിച്ച ചരിത്രം മറക്കരുതെന്നും CPI തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികൾ ഓർമ്മപ്പെടുത്തി. രണ്ടാം പിണറായി സർക്കാർ പരാജയമാണെന്നും ധനമന്ത്രി തന്റെ പാർട്ടിയുടെ വകുപ്പുകൾക്ക് മാത്രം പണം വാരിക്കോരി നൽകുകയാണെന്നും വിമർശനമുണ്ടായി. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി തൃശൂർ ഇരിങ്ങാലക്കുടയിൽ നടന്ന CPI ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കും. ജനം, തൃശൂർ.